Okay, dear students, we are going to the next video. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ ഫൈൻഡ് ദ ഇൻ്റർവെൽസ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഒന്നുകൂടി നമ്മളൊന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ്, സെക്കൻഡ് ഇക്വേറ്റിംഗ് ടു 0, then find the value of x, then draw the number line and plot intervals, then check increasing or decreasing. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find the intervals in which the function f given by f of x is equal to 4x cube minus 6x square minus 72x plus 30 is strictly increasing, strictly decreasing. എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് കണ്ടു. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് is equal to, എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ്? 4 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 6 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 72 എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 30യുടെ ഡെറിവേറ്റീവ് 0. ഇനി നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0, ദാറ്റ് ഇംപ്ലൈസ് 12x സ്ക്വയർ മൈനസ് 12x മൈനസ് 72 ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? എങ്ങനെയാണ്? ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുവാണ്? എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇതിൽ നിന്ന് അതിനെ 12നെ നമ്മൾ പുറത്തേക്ക് എടുക്കുവാണ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0. അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്ത്? എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 6 ഈക്വൽ ടു 0 എന്ന് എഴുതാലോ നമുക്ക്. ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഇട്ട് വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ്. എങ്ങനെ എഴുതാം നമുക്ക്? എങ്ങനെയായിരിക്കും എഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഫാക്ടറൈസേഷൻ. പ്രോഡക്റ്റ് -6ഉം സമ്മ് -1ഉം വരത്തക്ക രീതിയിൽ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ഇതേപോലെ ചെയ്യാൻ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac യൂസ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കാണുകയാണ് കേട്ടോ. അപ്പോൾ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഈക്വൽ ടു 0. അപ്പോൾ എക്സ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരാൻ വേണമെങ്കിൽ ഓർ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0. എക്സിൻ്റെ വാല്യൂ എന്തൊക്കെ കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു -2 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂസ് കിട്ടി -2ഉം 3ഉം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്പർ ലൈൻ വരയ്ക്കുവാണ്. അതിലെ ബോർഡർ ലൈൻ എന്ന് പറയുന്നത് എന്താ? ബോർഡർ പോയിന്റ്സ് -∞ ടു ഇൻഫിനിറ്റി. ഇനി എക്സിൻ്റെ 2 പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഇവിടെ 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒന്ന് -2ഉം ഒന്ന് 3ഉം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻ്റർവെൽസ് എത്ര ഇൻ്റർവെൽസ് നമുക്ക് കിട്ടി? 3 ഇൻ്റർവെൽസ് നമുക്ക് ഇവിടെ കിട്ടി അല്ലേ? അപ്പോൾ വി ഗെറ്റ് ഇൻ്റർവെൽസ് -∞ ടു -2, -2 ടു 3 ആൻഡ് 3 ടു ഇൻഫിനിറ്റി. 3 ഇൻ്റർവെൽസ് കിട്ടി. ഇനി ഓരോ ഇൻ്റർവെൽസിലായിട്ട് നമ്മൾ നോക്കുവാണ് കേട്ടോ. അപ്പം -∞ ടു -2 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിലുള്ള ഒരു പോയിന്റ് പറഞ്ഞ് എന്തായിരിക്കും? ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് -3 എടുത്ത് കൊടുത്ത് നോക്കാം നമുക്ക്. -3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാട്ടെ ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് രണ്ടും ഒഴികെ അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഇടയിലുള്ള ഏതെങ്കിലും അത് എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുക്കുവാണ് കേട്ടോ. എഫ് ഡാഷ് ഓഫ് -3 എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുക്കാന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു -3 സ്ക്വയർ മൈനസ് 12 ഇൻറ്റു -3 മൈനസ് 72. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നോക്കാം എല്ലാവരും. നമ്മൾ -3 എന്ന് പറയുന്നത് ആ എഫ് ഡാഷ് ഓഫ് എക്സിൽ ഇട്ട് കൊടുത്ത് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 72 ആണ് ആൻസർ. 72 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്താണ്? ഇൻക്രീസിങ്. ഓക്കെ, ഇനി അടുത്ത ഇൻ്റർവെൽ ഏതാ? -2 to 3.
അപ്പം -2 എന്ന് പറയുന്നതിൽ നമുക്ക് എടുക്കാൻ എളുപ്പമുള്ളത് ഏതാണ്? 0. 0 ബിലോങ്സ് ടു എന്നാണ് കേട്ടോ ഈ സിമ്പിള്. എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ആ സിമ്പിൾ എഴുതിയെന്നുള്ളൂ. അത് f'(x)ൽ എഴുതാൻ f'(x)ൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് f'(0) എന്ന് പറയുന്നത്. അപ്പം എന്തായിരിക്കും വരിക? 12 × 0² -12 × 0 -72 എന്ന് വരുന്നു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു -72, that is less than 0, decreasing. ലെസ് ദാൻ 0 ആണ്, അതുകൊണ്ട് എന്താണ്? ഡിക്രീസിങ്. ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? അടുത്തതെന്ന് പറയുന്നത് 3 to infinity. 3 to infinity ഉള്ള ഒരു പോയിന്റ് ഏതാ? 4 ഇട്ട് കൊടുക്കാം. നമുക്ക് 4 ഇട്ട് കൊടുക്കാം. അപ്പൊ f'(4) ഈക്വൽ ടു 12 × 4² -12 × 4 -72. 4 വാല്യൂ കൊടുക്കുമ്പോഴും ഇതേപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്നത് 72 ആണ്. 72 > 0. > 0 ആണെങ്കിൽ അതെന്താണ്? ഇൻക്രീസിങ്. അപ്പോൾ ഏതിലൊക്കെയാണ് നമുക്ക് ഇൻക്രീസിങ് എന്ന് കിട്ടുന്നത്? ഏതിലൊക്കെയാണ്? f(x) കൺക്ലൂഡ് ചെയ്ത് എഴുതേണ്ടത് f(x) ഈസ് increasing at -infinity to -2 and 3 to infinity, decreasing at -2 to 3. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ആർ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഈ സി എന്ന് പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? f'(x) കണ്ടുപിടിക്കാം. f'(x) is equal to -2 × x³ ഡെറിവേറ്റീവ് 3x² -9 × x² ഡെറിവേറ്റീവ് 2x -12 × x ഡെറിവേറ്റീവ് 1 +1 ഡെറിവേറ്റീവ് 0. ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ -6x² -18x -12. ഇനി ഈ f'(x) 0നോട് ഇക്വേറ്റ് ചെയ്യുവാണ്. f'(x) 0നോട് ഇക്വേറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് -6x² -18x -12 = 0. അപ്പോൾ അതിന് മുന്നേ കോമൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇവിടെ -6 എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പോൾ മൈനസ് പുറത്തേക്ക് എടുത്താൽ നമുക്ക് എളുപ്പമുണ്ട്. x² പ്ലസ് മൈനസ് പുറത്തേക്ക് എടുത്തുകൊണ്ട് പ്ലസ് 3x + 2 = 0. ഇതിൽ നിന്ന് നമുക്കറിയാം x² + 3x + 2 = 0 എന്ന് എഴുതാൻ പറ്റും നമുക്ക് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് -b ± ഇട്ടോ, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡ്, അതായത് ഇതിൽ നിന്ന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത് x + 2 × x + 1 = 0. x + 2 = 0 എന്ന് എഴുതാം, ഓർ x + 1 = 0 എന്ന് എഴുതാം. ഇതിന് പകരം ഈ ഒരു സ്റ്റെപ്പിന് പകരം നിങ്ങൾക്ക് -b ± √b² - 4ac/2a അത് വെച്ച് ചെയ്താലും മതി കേട്ടോ. സോ x is equal to -2 or x is equal to -1. എക്സിന് രണ്ട് വാല്യൂസ് ഇതേപോലെ തന്നെ കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുവാണ്. -∞ to ∞. ഇതിൽ ഏതാണ് ചെറിയ നമ്പർ? -2 അല്ലേ? -2, ഇവിടെ -1. ഓക്കെ, അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഇൻ്റർവെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ദാറ്റ് മീൻസ് -∞ to -2, -2 to -1, -1 to ∞. ഓക്കെ, ഇനി ആദ്യത്തെ ഇൻ്റർവെല്ലിൽ ഒന്ന് ചെക്ക് ചെയ്യാം. -∞ to -2, അതിൻ്റെ ഇടയിലുള്ള പോയിന്റ് ഏതാ? -3 എടുക്കാം നമുക്ക്. -3 അത് f'(x) ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ ദാറ്റ് ഇംപ്ലൈസ് f'(-3) that is equal to -6 × -3 the square -18 × -3 -12. എത്രയാണെന്ന് നോക്കാം നമുക്ക്.
-3 എന്ന് പറയുന്നത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കിയാൽ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -54 + 54 -12. ദാറ്റ് മീൻസ് -12 ആണ് കിട്ടുന്നത്. -12 എന്ന് പറയുന്നത് <0 ആണ്. സോ ദാറ്റ് ഈസ് ഡിക്രീസിങ്. ഓക്കെ, ഇനി അടുത്ത ഇന്റർവെൽ എന്ന് പറയുന്നത് ഏതാണ്? -2 to -1 ആണ് വരുന്നത് അല്ലെ. അപ്പൊ -2 to -1ന് -2നും -1നും ഇടയിലുള്ള പോയിന്റ് ഏതാണ്? നമുക്ക് ഡെസിമൽ പോയിന്റ് ആണ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് -1.5 നമുക്ക് എടുത്തു കൊടുക്കാം. ദാറ്റ് മീൻസ് -1.5 belongs to -2 to -1. That implies f dash of -1.5. That is equal to -6 into -1.5 the whole square -18 into -1.5 -12. That's equal to ഇതിൻ്റെ ഇടയിലുള്ള 1.5 വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്ത് നോക്കിയാലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 ആണ്. 1.5 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. സോ ദിസ് ഈസ് ഇൻക്രീസിങ്. ഇനി അടുത്ത ഇന്റർവെൽ ഏതാണ്? -1 to ∞ ആണ്. -1 to ∞ ഇടയിലുള്ള പോയിന്റ് ഏതാണ്? 0 നമുക്ക് എടുക്കാം. അതാകുമ്പോൾ പിന്നെ എളുപ്പമുണ്ട്. ദാറ്റ് ഈസ് എന്തായിരിക്കും നമുക്ക് കിട്ടുക? -6 into 0 square -18 into 0 -12. That is equal to -12 എന്ന് കിട്ടുന്നു. That is less than 0. ലെസ് ദാൻ 0 ആണെങ്കിൽ അതെന്താണ്? ഡിക്രീസിങ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? f of x is increasing in -2 to -1 and decreasing in -∞ to -2 and -1 to ∞. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാട്ടെ. ഇതേപോലെ തന്നെ ഫൈൻഡ് ദ ഇന്റർവെൽസ് ആണ്. എയും ബിയും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം എല്ലാവരും. ഓക്കെ.